പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് വലിയ ഒരു സംഘർഷം തന്നെയാണ് നിലനിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആദ്യം MSFന്റെ പ്രവർത്തകർ വന്നു, ആ പ്രവർത്തകർ ഇതിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നില്ല. പിന്നീടാണ് KSUവിന്റെ പ്രവർത്തകർ വന്നത്. ഈ പ്രവർത്തകർ എത്തുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതാനും പ്രവർത്തകർ അങ്ങോട്ട് ബാരിക്കേഡ് മറികടന്ന് ചാടിക്കടന്നു. ഇതോടുകൂടി ഈ പോലീസ് ആദ്യം ജനപീരങ്കി പ്രയോഗിച്ചു. ഈ പോലീസിന് നേരെ ഈ പ്രവർത്തകർ കല്ലെറിഞ്ഞു, പോലീസ് തിരിച്ചു കല്ലെറിഞ്ഞു. പിന്നീട് പല തവണ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പോലീസ്. ഈ പല തവണയായി കണ്ണീർ വാതകം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സംഘർഷം തന്നെയാണ് ഈ ക്യാമ്പസിനകത്ത് നടക്കുന്നത്. ഈ പോലീസിനെ നേരിടാൻ ഈ KSUവിന്റെ പ്രവർത്തകരും MSFന്റെ പ്രവർത്തകരും നേരിട്ട് എത്തുകയും പോലീസിന് നേരെ വരികയും ചെയ്തിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ കുന്നിന് മുകളിലാണ് കുറച്ച് പ്രവർത്തകർ ഇറങ്ങിയും പോലീസുമായി ഒന്നും തള്ളുണ്ടായി. ഇതോടുകൂടി ഈ ഭൂരിഭാഗം പ്രവർത്തകർ നിന്ന് താഴെ പോലീസ് ലാത്തി വീശി, മുകളിലും പോലീസ് ലാത്തി വീശി. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ചിതറിയോടിയ കണ്ണീർ വാതകം പ്രയോഗിച്ചതോടുകൂടി ചിതറിയോടിയ പ്രവർത്തകർ പോലീസിന് നേരെ പിന്നീട് സംഘടിച്ചെത്തുകയും കല്ലെറിയുകയും ചെയ്തു. ഇപ്പോഴും ഈ പോലീസിന് നേരെ ഈ ആത്മവിളികളുമായി KSU MSF പ്രവർത്തകർ ഇവിടെ തുടരുകയാണ്. ചില പ്രവർത്തകർക്ക് ഈ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. അവരെ ഇതുവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ ജലപീരങ്കി പ്രയോഗിച്ചു. പല തവണയായി ഈ ഗ്രനേഡ് പ്രവർത്തകർക്ക് നേരെ പോലീസ് വലിച്ചെറിഞ്ഞു. എന്നാലും നിരവധി പ്രവർത്തകരാണ് ഉള്ളത്. MSFന്റെയും KSUവിന്റെയും നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തമ്പടിക്കുകയാണ്. പോലീസ് ഈ 2 തവണയായി പല ഭാഗത്തു നിന്നും ലാത്തി വീശി. ഇപ്പോഴും ഈ സംഘർഷ സാധ്യത പൂർണ്ണമായി തുടരുകയാണ്. പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ ഈ ആർപ്പ് വിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വീണ്ടും ഒരു ലാത്തി ചാർജിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതാനും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒരു കുന്നിൻ മുകളിലും ഈ മറ്റു പോലീസ് താഴെയും, പ്രവർത്തകർ മുഴുവൻ താഴെയാണ് ഉള്ളത്. പരിക്കേറ്റ ചില പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഈ കുന്നിൻ മുകളിലായി ഉള്ളത്. ഇപ്പോൾ ചിതറിയോടിയ കണ്ണീർ വാതകം പ്രയോഗിച്ചതിനെ തുടർന്ന് ചിതറിയോടിയ മുഴുവൻ പ്രവർത്തകരും തിരിച്ചു വരികയാണ്. സ്വാഭാവികമായും ഇനിയും ഒരു സംഘർഷ സാധ്യത ഉണ്ട്. ഇപ്പോൾ പരിക്കേറ്റ പ്രവർത്തകരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വാഹനം വേണമെന്നാണ് ഈ പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വലിയൊരു സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. ടി സിദ്ദീഖ് MLA സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ടി സിദ്ദീഖ് MLA അവിടെ കുത്തിയിരുന്നിരിക്കുകയാണ്. ഈ ടി സിദ്ദീഖ് MLAയുടെ നേതൃത്വത്തിൽ KSU പ്രവർത്തകരും MSF പ്രവർത്തകരും ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ നിന്ന് അല്പം ഉള്ളിലായി ഈ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഈ പല തവണയാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. നമുക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷ സമയത്തും ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു നേരിയ ഉന്തും തള്ളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഈ സംഘർഷം തുടരുക തന്നെയാണ്. പൂക്കോട് സർവകലാശാലയ്ക്ക് മുമ്പിൽ KSU MSF പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. സാഹചര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. സ്റ്റഡി നിൽക്കല്ലേ